ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡ് ഈ കുറി BDJS ഭാരതീയ ജനതാ പാർട്ടി വലിയ തോതിലുള്ള മത്സരമാണ് കാഴ്ചവെക്കുന്നത്. ശക്തമായൊരു മത്സരം തന്നെ 5-ാം വാർഡിൽ നടക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. സ്ഥാനാർത്ഥി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. പേരടക്കമെന്ന് പറഞ്ഞോളൂ. പേര് ഷിനി ശൈലജൻ. ഞാൻ കഴിഞ്ഞ വർഷം ഇത് 6-ാം വാർഡായിരുന്നു. കഴിഞ്ഞ വർഷവും ഞാനിവിടെ മത്സരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഈ പ്രാവശ്യത്തെ നമ്മുടെ ഈ ജനങ്ങളുടെ അടുത്തെത്തുമ്പോൾ വോട്ടർമാരുടെ ഫീഡ്ബാക്ക് എങ്ങനെയാണ്? കുറച്ചും കൂടി നല്ലൊരു റെസ്പോൺസാണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇടത് വലത് മുന്നണികളൊക്കെ ഭരിച്ചു മുടിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെപ്പോലെയുള്ള NDA എന്ന മുന്നണിക്ക് മോദിജി നേതൃത്വം നൽകുന്ന NDA മുന്നണിക്ക് സാധ്യതകളുണ്ട്, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ഉറപ്പ് ജനങ്ങൾക്കുണ്ട്. ആ ഒരു ഉറപ്പിൻ്റെ പിൻബലത്തിലാണ് നമ്മൾ വളരെ വിശ്വാസപൂർവ്വമാണ് ഇപ്പോൾ ഈ കുറി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എനിക്കതൊരു ശരിയെ സംബന്ധിച്ച് ഈ ഒരു മത്സര രംഗത്ത് ആദ്യത്തെ ഒരു പുതുമുഖമൊന്നുമല്ല. നിരന്തരമായിട്ട്, അതായത് വർഷങ്ങളായിട്ട് നേതൃത്വ നിരയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഏതിലാണ് ഇതിന് സ്ഥാനം ഏതായിരുന്നു ചോദിച്ചേ? ഞാൻ കഴിഞ്ഞ 13 വർഷക്കാലമായിട്ട് പെരിങ്ങോട്ടൂർ യൂണിയൻ SNDPയുടെ വനിതാ സംഘം സെക്രട്ടറിയാണ്. പിന്നെ BDJS പാർട്ടി ഉണ്ടായ മുതൽ നമ്മളതിൽ ഭാരവാഹിത്വം നിർവഹിക്കുന്നുണ്ട്. BDMSൻ്റെ വനിതാ വിഭാഗത്തിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് BDJSൻ്റെ. ഒപ്പം ഈ പ്രേക്ഷകർക്ക് ഒരു കൗതുകം കൂടിയുണ്ട്. കുടുംബപരമായിട്ട് നിങ്ങളെല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പടക്കളത്തിലുണ്ട്. ആരൊക്കെയാണുള്ളത്? പാർട്ടി നമ്മുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ എൻ്റെ അച്ചാച്ചൻ ഒരു ഗാന്ധിയനായിരുന്നു, കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു. അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാളാണ്. കരുവന്നൂരാണ് എൻ്റെ വീട്. ഇപ്പോൾ ഞാൻ NDAയിലാണ്, BDJS ആണ്, BJP ആയിട്ട് സഖ്യകക്ഷിയാണ്. അനിയത്തി അവർ LDF ആണ്, CPIയുടെ കാൻഡിഡേറ്റ് ആണ്. അവള് ഇവിടെ ചെറക്കല് ചാഴൂർ പഞ്ചായത്ത്. പിന്നെ അനിയന്റെ ഭാര്യ ആള് CPM ആണ്. CPM ഒരുമിച്ച് കൂടുമ്പോ എങ്ങനെയാണ്? രസമാണ്. കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുടുംബം കൂടുമ്പോ ഇമ്പമുള്ളതാണല്ലോ, അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്റെ അമ്മ ഉത്സവങ്ങളും ഈ ഓണാഘോഷത്തിനൊക്കെ ഒത്തുചേരുമ്പോ രസമാണോ? ചർച്ചകളൊക്കെ വരും. വളരെ സന്ദേശം സിനിമ പോലെയാവോ? അല്ല, ഒരുപാട് രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്ന ഒരു കുടുംബം. ഞാൻ ചോദിച്ചേ, സന്ദേശം സിനിമ കണ്ടിട്ടുണ്ടോ? സന്ദേശ സിനിമ പോലെ അടിപിടിയൊന്നും വളരെ പരസ്പര ധാരണയോട് കൂടിയിട്ടുള്ള പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരെന്ന് പറയോ? ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഉഷാറാണല്ലേ? ഉഷാറാണ്. എങ്ങനെയാണ് ഈ ആവേശം എത്രത്തോളം ഉണ്ട് കൂടെ നടക്കുമ്പോ? ഞങ്ങള് ചേച്ചിനെ ജയിപ്പിക്കണം എന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് തന്നെയാണ് പിന്നാലെ നടക്കുന്നത് തന്നെ. എല്ലാവരും ഉണ്ട്, പക്ഷെ എല്ലാവരും ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ആർക്കും ഇങ്ങോട്ട് വരാൻ പറ്റണില്ല. ഞങ്ങൾ എന്നാലും ഇടയ്ക്ക് ഉണ്ട്, കൂടെ എല്ലാവരും ഉണ്ട്, ഫ്രണ്ട്സ്. നമ്മള് ഓരോ വീടുകളിലേക്ക് വോട്ടർമാരെ തേടി ചെല്ലുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എത്രത്തോളം ഉണ്ട്? എല്ലാവരും നന്നായി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ചെയ്യാന്ന് എല്ലാ ആൾക്കാരും പറയുന്നുണ്ട്. എൻ്റെ അനിയത്തി കൂടിയാണ്. അപ്പോൾ അതെ, അവളെ ജയിപ്പിക്കാനുള്ള ഒരു ഒറ്റ തീരുമാനത്തിലാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചുള്ളത്. അവളെന്തായാലും ജയിക്കും. തീർച്ചയായിട്ടും ഞാൻ ചോദിക്കുന്നത്, സ്വാഭാവികമായിട്ടും ഈ ആളുകൾ നമ്മൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഒരു രംഗത്തേക്ക് കടന്നു വരുമ്പോൾ ജനങ്ങളെ സേവിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. പ്രത്യേകിച്ച് ദീർഘകാലമായിട്ട് അങ്ങൊക്കെ ഈ ഒരു രംഗത്ത് നിൽക്കുമ്പോൾ എന്താണ് ജയിച്ചു കഴിയുമ്പോൾ ഈ വാർഡിൽ ആദ്യമായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്? എന്താണ്? നമുക്കറിയാലോ, ഇപ്പോൾ നമ്മുടെ ചേർപ്പ് പഞ്ചായത്ത് ഇത്രയും കാലമായിട്ട് ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ്, അവർ മുന്നണിയാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഏതെങ്കിലും ഒരു മാറ്റം ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ അവർക്കത് പറയാനില്ല എന്നുള്ളതാണ് സത്യം. അപ്പം നമ്മൾ എന്ത് തന്നെയായാലും നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉള്ളൊരു കേപ്പബിലിറ്റി ഉള്ള ഒരു ലീഡർഷിപ്പാണ് ഇപ്പം നമ്മുടെ ഉള്ളത്. ഇപ്പം മുകളിൽ നിന്നായാലും താഴെ തട്ടിലായാലും. അപ്പം ഞങ്ങളത് ചെയ്തിരിക്കും എന്ന് തന്നെയാണ് ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനം. എന്തായാലും ആ ഒരു ഉറപ്പാണ്. അതായത് ഒരു രംഗത്തേക്ക് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ജനങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ളൊരു സേവനം ചെയ്യുമെന്ന വലിയൊരു ഉറപ്പ് തന്നെയാണ് നൽകുന്നത്. എന്തായാലും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളും ഒപ്പം തന്നെ പ്രചരണവും മാത്രം അത്ര മോശമൊന്നുമല്ല, നല്ല വീറും വാശിയോടുള്ള പ്രചരണമാണ്. അപ്പോൾ ഒരു പ്രചരണത്തിന് ഒരു വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഞങ്ങൾ മറ്റുള്ള വാർഡുകളിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പം സഞ്ചരിക്കുകയാണ്.